സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, 3 മരണം സ്ഥിരീകരിക്കുന്നു. മരിച്ചവർ വിദ്യാർത്ഥികളാണോ? അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മൂന്ന് മരണം എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് തന്നെ 2 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. 5 പേർ ഈ അപകടത്തിൽ പൂർണ്ണമായിട്ടും ടിപ്പറിന്റെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 4 പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ അപകടത്തിൽ പെട്ടവർ ഇനി പുറത്തെടുക്കാൻ ഇനിയും ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. 3 പേർ മരിച്ചു. ഈ 3 പേരും കുട്ടികളാണ് എന്നുള്ള പ്രാഥമിക വിവരം ആണ് ലഭിക്കുന്നത്. 8 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വലിയ സ്പീഡിലാണ് ടിപ്പർ ഇറങ്ങി വന്നത്. വാഹനം വലിയ വേഗതയിലായിരുന്നു. എതിർദിശയിൽ നിന്ന് വന്ന ഒരു ഈ പറഞ്ഞ വേഗതയിൽ വന്ന ഒരു ബുള്ളറ്റ് കൂടി ആയപ്പോഴേക്കും കാര്യങ്ങൾ പ്രശ്നമാക്കി. അതിനെ വെട്ടിച്ചപ്പോഴേക്കും അത് അമിത വേഗതയിൽ ടിപ്പറിന് നിയന്ത്രണം കിട്ടില്ല. അത് കുട്ടികൾക്കിടയിലേക്ക് മറിഞ്ഞു. ബസ് സ്റ്റോപ്പിൽ 8 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ട ഒരാൾ പറഞ്ഞത്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അവിടെ രക്ഷാദൗത്യം അപ്പോൾ മുതൽ തന്നെ വളരെ സജീവമായി അവിടെ നടക്കുകയാണ്. 3 കുട്ടികൾ ഇതിനോടകം മരിച്ചുപോയി എന്നുള്ള ഒരു പ്രാഥമിക വിവരം ആശുപത്രിയിൽ നടക്കം വരുന്നുണ്ട്. ബാക്കി 2 പേരുടെ നില ഗുരുതരവുമാണ്. JCB കൊണ്ടുവന്ന് അവിടെയുള്ള മണ്ണും ഒരു മതിലിടിഞ്ഞു വീണിട്ടുണ്ട്. ആ മതിലിൻ്റെ അവശിഷ്ടമൊക്കെ മാറ്റി അതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധന. ഷഫീദ് റാവത്തർ വിവരങ്ങളും ചേരുന്നു. ഷഫീദ്, 3 പേർ മരിച്ചു എന്നുള്ള ആദ്യ വിവരം അവിടുന്ന് വരുന്നുണ്ട്. ആശുപത്രിയിൽ നടക്കം സ്ഥിരീകരണം അതിൽ വരേണ്ടതുണ്ട്. എന്തായാലും 5 പേരും അതീവ ഗുരുതരാവസ്ഥയിലാണ് മണ്ണിനടിയിൽ നിന്ന് എടുത്തത്. ഇപ്പോഴവിടെ നടക്കുന്നത് JCB കൊണ്ട് കല്ലും മണ്ണൊക്കെ മാറ്റി അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന പരിശോധനയാണ്. ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമായ അപകടമാണ് ഷഫീദ്. കശ്മീർ ഉറപ്പായിട്ടും, കാരണം അപ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ അപകടം ഉണ്ടായത്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി വലുതായിരുന്നു എന്നുള്ളതാണ്. കാരണം ടിപ്പർ പൂർണ്ണമായും മണ്ണോടുകൂടി ഉണ്ടായിരുന്ന ടിപ്പർ അത് പൂർണ്ണമായും കുട്ടികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണുകൾ മാറ്റുക എന്നുള്ളതാണ്. മാത്രമല്ല നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് 3 കുട്ടികളുടെ മരണം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഒരാൾ നീലേശ്വരം സ്വദേശി, അതായത് മരിച്ച 2 പേരും മുതിർന്ന ആളുകളാണെന്ന് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഒരാൾ നീലേശ്വരം സ്വദേശി ഹരിലാലാണ്. 2ാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് 9 കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികളിൽ പലരും ഓടി മാറി എന്നൊക്കെ ഉള്ളതാണ്. മാത്രമല്ല ഒരു ബൈക്ക് യാത്രികനും ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും 3 മരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 2 പേരും മുതിർന്ന ആളുകൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഹാഷ്മി, ഒരാൾ നീലേശ്വരം സ്വദേശി ഹരിലാലാണ്. 2ാമത്തെ ആളെ തിരിച്ചറിഞ്ഞില്ല. നീലേശ്വരം എന്ന് പറയുമ്പം പെട്ടെന്ന് നമുക്ക് കാസർഗോഡ് ഓർമ്മ വരരുത്. അവിടെയുള്ള ഇവിടെ നമ്മുടെ കൊല്ലത്തുള്ള സ്ഥലം തന്നെയാണ് നീലേശ്വരം. 2ാമത്തെ ആളെ തിരിച്ചറിഞ്ഞില്ല. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 4 കുട്ടികൾക്ക് ഭാഗ്യത്തിന് നിസ്സാരമായ പരിക്കുകളേ ഉള്ളൂ എന്ന് പറയുന്നു. എന്തായാലും 3 മരണം ഉണ്ടായെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതിൽ 2 പേർ മുതിർന്ന ആളുകളാണ്, കുട്ടികളല്ല. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയാണത്. വിദ്യാർത്ഥി കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റ് 4 കുട്ടികൾക്ക് നിസ്സാര പരിക്ക്. ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ കുട്ടികൾ അവിടെ ഉണ്ടോ എന്നറിയാനുള്ള തീവ്ര ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ JCB ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗതയിൽ മണ്ണ് മറിക്കും. മണ്ണിനടിയിലൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നം കണ്ടെത്താൻ വൈകുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് പ്രശ്നം. പക്ഷേ അപകടമുണ്ടായ ആ സമയം മുതൽ തന്നെ നാട്ടുകാരും അതിനുശേഷം ഫയർഫോഴ്സും പോലീസൊക്കെ എത്തി വളരെ വേഗതയിൽ അതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ശ്രമം എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ അവിടെ തെരച്ചിൽ വളരെ ഊർജിതമായി നടക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.